രമേശ് ചെന്നിത്തലയെ NSS പരിപാടിയിലേക്ക് ക്ഷണിച്ചത് നല്ല കാര്യമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംഘപരിവാറിനെ അകത്ത് കയറ്റാതെ ധീരമായ നിലപാടെടുത്ത നേതൃത്വമാണ് NSSന്റേത്. കഴിഞ്ഞ മാസം വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയൻ മൂന്നാമത് അധികാരത്തിൽ എത്തുമെന്ന് പറഞ്ഞു. ഇപ്പോൾ 2026 UDF അധികാരത്തിൽ വരുമെന്നും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നുമാണ് പറഞ്ഞത്. കഴിഞ്ഞ മാസത്തെ അദ്ദേഹത്തിന്റെ അഭിപ്രായം മാറി. സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ ആളുകളുടെ അഭിപ്രായം മാറുകയാണെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. കോൺഗ്രസിന്റെ ഏത് നേതാവും UDFന്റെ ഏത് നേതാവും ഏത് സമുദായ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാലും അതിന്റെ ഗുണം കിട്ടുന്നത് കോൺഗ്രസിനും UDFനുമാണ്. എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്കും വിവിധ സമുദായ സംഘടനകളുമായിട്ടൊരു ബന്ധമുണ്ട്. ഒരായിപ്പോൾ എനിക്ക് മാത്രം പോരല്ലോ ബന്ധം, എല്ലാവർക്കും വേണ്ടേ? എല്ലാവർക്കും ബന്ധമുണ്ടാകുമ്പോഴാണ് അതിൻ്റെ എല്ലാം ഗുണഫലം കോൺഗ്രസിനും അതുവഴി UDFനും കിട്ടുന്നത്. അതിൻ്റെ അകത്ത് ഏത് കോൺഗ്രസ് നേതാവിനും ഏത് മത സംഘടനയുമായിട്ടും ആരുമായും സമൂഹത്തിൽ ആരുമായും കൂടുതൽ ബന്ധം സ്ഥാപിച്ചാൽ അതിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരാൾ ഞാനാണ്. ഞാനല്ല ലീഡർഷിപ്പിലിരിക്കുന്ന ഒരാൾ. ഞങ്ങളെല്ലാവരും ചേർന്ന് ശ്രമിച്ചാൽ മാത്രമേ UDFനെ അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ തന്നെ പ്രസ്താവന എനിക്ക് വളരെ സന്തോഷവും അഭിമാനവും ഉണ്ടാക്കി. കാരണം കഴിഞ്ഞ മാസം അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ മൂന്നാമത് ഭരണത്തിൽ എത്തുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിൻ്റെ UDF അധികാരത്തിലെത്തും 2026 കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. അതിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരാൾ ഞാനാണ്. കാരണം കഴിഞ്ഞ മാസത്തെ അഭിപ്രായം മാറി. സംസ്ഥാനത്തുടനീളം ആളുകളുടെ അഭിപ്രായം മാറിയാണ്. ശ്രീ വെള്ളാപ്പള്ളി നടേശനെ പോലെ പ്രമുഖനായ ഒരാൾ 2026 UDF അധികാരത്തിൽ വരും, കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകും എന്ന് പറഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനവും സന്തോഷവുമുണ്ട്. ഇത്രയും നാളത്തെ ഞങ്ങളുടെ പ്രവർത്തനത്തിലുള്ള ചാരിതാർത്ഥ്യമുണ്ട്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.